ഹായ് ആരോ ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാട്ടോ. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കണ്ടുതുടങ്ങുക. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇന്ന് നമ്മൾ ശ്രീകൃഷ്ണ ജയന്തിക്ക് വേണ്ടിയിട്ട് ഒരു ഓടക്കുഴലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വീട്ടിൽ കുഞ്ഞുമക്കളൊക്കെ ഉള്ളവർ കൃഷ്ണനാക്കാൻ തോന്നലൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ചിലവ് കുറച്ചിട്ടുണ്ടാകുന്ന ഒരു ഓടക്കുഴലാണ് ഞാൻ കാണിക്കുന്നത്. കടയിൽ പോയിട്ടൊന്നും വാങ്ങേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ശ്രീകൃഷ്ണ ജയന്തിക്ക് വേണ്ടിയിട്ട് സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഓരോരോ വീഡിയോസായിട്ട് ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പം ഞാൻ എൻ്റെ തള്ളവിരലിൻ്റെ അത്രയും വണ്ണമുള്ള ഒരു പൈപ്പ് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ കത്തി ഉപയോഗിച്ച് ഒന്ന് വരഞ്ഞു കൊടുത്തിട്ട് ഒടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കറക്റ്റ് നമുക്ക് റൗണ്ടായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. എക്സോ ബ്ലേഡ് ഒന്നും ഉപയോഗിച്ചിട്ടല്ല ഞാനിവിടെ കട്ട് ചെയ്താണ് കേട്ടോ. ഇനി നമുക്ക് ഇത് ഇത്രയും വന്ന പീസായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഇത് ഞാൻ അളന്ന് നോക്കിയപ്പോൾ 11 ഇഞ്ച് ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്ത് ഒരു ഗോൾഡൻ കളറ് ലേസ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ സാധാരണ ഗോൾഡൻ കളർ പേപ്പർ ഉണ്ടെങ്കിൽ അത് മതി. നമുക്ക് എന്താണോ നമ്മുടെ കയ്യിലുള്ളത് അതനുസരിച്ച് റെഡിയാക്കി കൊടുക്കാം കേട്ടോ. സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് കുറച്ച് ചെരിച്ച് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് വേണ്ടായിരുന്നു, എനിക്കൊരു തെറ്റ് പറ്റിയതാണ് കേട്ടോ. അപ്പോൾ ഞാനത് ഈ വീഡിയോയുടെ അവസാനത്തിൽ മാറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ ലേസ് ചുറ്റി കൊടുക്കാൻ പോകണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഫെവി ബോണ്ടിൻ്റെ പശയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഫെവി ബോണ്ടിൻ്റെ പശ ഇത്തിരിയേ ഉള്ളൂ, അത് ഫുള്ളായിട്ട് തീർക്കാൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിച്ചാണ് കേട്ടോ. അതിനകത്ത് ഇത്തിരിയും കൂടി ഉണ്ട്. അപ്പോൾ അത് ഫുള്ളായിട്ടും ഇതിലേക്ക് ആവശ്യമായിട്ട് ഉള്ളതുണ്ട്, അത് നമുക്ക് എടുക്കാം. അപ്പോൾ ഇത് ഫുള്ളായിട്ട് നമുക്ക് ഇതേപോലെ ചുറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ചുറ്റുമ്പോൾ ഫസ്റ്റിൽ ഭാഗം ചുറ്റുമ്പോൾ കുറച്ച് കയറ്റി ലേസ് വെച്ചിട്ട് ചുറ്റുക. എന്നിട്ട് അതിൻ്റെ കുറച്ച് ഭാഗം ഉള്ളിലേക്ക് നമ്മൾ വിരൽ വെച്ച് തള്ളി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉള്ളിലേക്കായിട്ട് പൊയ്ക്കോളും. അപ്പോൾ നമുക്കത് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ആദ്യം തന്നെ ചെയ്യുക. പൈപ്പിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് ലേസ് പശ വെച്ചിട്ട് ഉള്ളിലേക്ക് ഇറക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ വിരൽ വെച്ച് അമർത്തുമ്പോൾ അത് അവിടെ ഒട്ടിയിരുന്നോളൂ കേട്ടോ. പെട്ടെന്ന് തന്നെ ഒട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫെവി ബോണ്ട് എടുത്തിരിക്കുന്നത്. ഞാൻ കുറച്ച് പീസായിട്ട് ലേസിൻ്റെ ഉള്ളിൽ പുറത്തേക്ക് വെച്ചിട്ടുണ്ടായി. അത് ഞാൻ പശ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കൈ വെച്ചിട്ട് ആക്കിയിട്ടുണ്ട്. ഫുള്ളും ചുറ്റിയെടുത്തതിന് ശേഷം ഒരു ബ്ലാക്ക് കളർ പെൻ ഉപയോഗിച്ചിട്ട് 7 റൗണ്ടുകൾ വെച്ചിട്ടുണ്ട്. ഒരു ഫസ്റ്റിൽ ഇത്തിരി നീക്കിയിട്ട് ഒരു റൗണ്ടും ബാക്കി 6 എണ്ണം അത് കഴിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ഞാൻ കുറച്ച് വൂളനൂല് എടുത്തിട്ടുണ്ട്. 3 കളർ എടുത്തിട്ട് മെടഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ അറ്റത്ത് നമ്മൾ കെട്ടി കൊടുക്കാനാണ്. അതിൻ്റെ അടിഭാഗം വരണ ഭാഗം ഒന്ന് നമ്മൾ പിന്നൊക്കെ ഉപയോഗിച്ച് അതിനൊന്ന് റെഡിയാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്തിരി വിരിഞ്ഞിക്കും. ഇതേ ഞാൻ ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്തത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രേ ഉള്ളൂ നമ്മുടെ ഓടക്കുഴൽ. സിമ്പിളായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.